നോക്കൂ, ഞാൻ ഒരു 10-12 വർഷം ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചതാണ്. ചെമ്പയുടെ അടുത്തുനിന്ന് തന്നെയാണ് പഠിച്ചത്. ഇങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, ഞാൻ പാട്ടുകാരനല്ല. 7 സ്വരങ്ങൾ എനിക്കറിയാം. സ രി ഗ മ പ ദ നി, ദെൻ സ വീണ്ടും വരുന്നു. അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, അത്രമാത്രം. പിന്നെ നമ്മുടെ നാട്ടുകൂട്ടത്തിൽ എല്ലാവരും പാട്ട് പാടില്ലേ? മൂളിപ്പാട്ട് പാടാത്ത ഒരു പൊട്ടനും പോലും ഇല്ലല്ലോ നമ്മുടെ നാട്ടിൽ. അങ്ങനെ പാട്ട് പാടും. പക്ഷേ മറഡോണ പന്ത് കളിക്കുന്ന സമയത്ത് ആളില്ലാത്ത ഗോൾ പോസ്റ്റ് പോലും പന്തടിക്കാൻ എനിക്കറിയില്ല. ഞാൻ പന്തടിച്ച പന്തിൻ്റെ ഇഷ്ടപ്രകാരം പോവുക. ഞാനും പന്തായിട്ട് അത്ര സ്നേഹത്തിലൊന്നുമല്ല. ഞാൻ ഇങ്ങോട്ട് അടിക്കുമ്പോൾ പന്ത് അങ്ങോട്ട് പോകും, ഞാൻ ഇങ്ങോട്ട് അടിക്കുമ്പോൾ പന്ത് അങ്ങോട്ട് പോകും. പക്ഷെ മറഡോണ കളിക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് പറയാം, അടിയാൽ എന്തായി കാണിക്കണേ? അയാൾ ആ കിട്ടിയ പന്ത് പടിഞ്ഞ് ലെഫ്റ്റിലോട്ട് അയാൾക്ക് കൊടുക്കണേലും അയാൾക്ക് നേരിട്ട് പോസ്റ്റ് അടിക്കായിരുന്നില്ലേ? എന്താ ജയിക്കുമായിരുന്നില്ല? ഇതൊക്കെ നമ്മൾ പറയാറില്ലേ? ഈ മലപ്പുറത്തുള്ള പിള്ളേർക്ക് ആ ഒരു സ്വഭാവമുണ്ട്. മലപ്പുറം എന്ന് പറഞ്ഞ സ്വഭാവം ഇങ്ങോട്ട് മാറും. ലോകകപ്പ് വന്ന മലപ്പുറത്തുകാർ രണ്ട് വിഭാഗമായിട്ട് പിരിയും. അർജന്റീനക്കാരും ബ്രസീൽ. വേറെ ഒന്നുമില്ല കേട്ടോ, അതാ ഏറ്റവും രസം. അർജന്റീനയും ബ്രസീലാണ്. ബ്രസീലുകാർ മഞ്ഞ ഡ്രസ്സ്, അർജന്റീനക്കാർ നീല ഡ്രസ്സ്. എന്നിട്ട് ബോട്ടൊക്കെയും കാണാം 1000 കക്കയ്ക്ക് അര മെസ്സി, അങ്ങനെ എന്തൊക്കെയോ കാണാം. എന്നിട്ട് ഇത് കാണാതിരിക്കും അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുന്നിട്ട്. എന്നിട്ട് അവർ ഗോളടിക്കുമ്പോൾ ഇവര് കൂക്കി പിടിക്കും, ഇവർ ഗോളടിക്കുമ്പോൾ എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അവിടെ എന്ത് പറയും? ഓ ഇപ്പൊ ചതിച്ചോ, അവൻ എന്താ ചെയ്ത്, അവന് ബാക്കിൽ പാസ് കൊടുത്താൽ പോരായിരുന്നോ എന്നൊക്കെ പറയും. എന്താ അവർക്ക് കളിക്കാറില്ല. പക്ഷെ കളിക്കുന്നവർ കളിക്കുമ്പോൾ അതിന് ശരിയല്ലായ്മ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയും, സ്വാഭാവികമാണ്. അപ്പോൾ പാട്ടിനെ വിമർശിക്കാൻ പാട്ടറിയണമെന്നില്ല. പാട്ടിൻ്റെ അന്തരംഗത്ത് പോയിട്ട് അതിൻ്റെ സഞ്ചാരങ്ങൾ, ആ സംഗതി എന്നൊക്കെ പറയില്ലേ MG ശിവകുമാർ, അതൊന്നും നമുക്കറിയില്ല. എന്ത് സംഗതി, നമുക്ക് എന്ത് സംഗതി? ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരാൾക്ക് അയാൾ വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, പാവ മനുഷ്യൻ. അങ്ങനെയൊക്കെ സുന്ദരിയും സുശീലയായിട്ടൊരു മകളുണ്ടായിരുന്നു. ഈ കുട്ടി എടുത്ത് തട്ടിക്കൊണ്ടുപോയി. നീലമല പൂങ്കുയിലേ നീ കൂടെ പോരുന്നോ എന്നൊക്കെ പറഞ്ഞു കൊണ്ടുപോയി. അവിടെ പോയപ്പോൾ അയാൾ പറഞ്ഞ നീലമല ചോലയൊന്നും അവിടെ ഇല്ല. ഇത് കഴിഞ്ഞ് ആ പെണ്ണിനെ അങ്ങോട്ട് നശിപ്പിച്ചു. അത് പാവാടിയും താവണിയിട്ട് നന്നിരുന്നൊരു കുലീനിയായിട്ടൊരു പെൺകുട്ടി പോലെ ഒരു പെൺകുട്ടിയായിരുന്നു. കണ്ടാൽ കാവിലെ ദേവി തന്നെ പോലെ പെൺകുട്ടിയായിരുന്നു. പിന്നീട് അതിനെ കാണുന്നത് എങ്ങനെ അറിയാമോ? അതിന് ബർമോടി ഇട്ടിട്ടും ബിക്കിനിക്ക് ഇട്ടിട്ട് പിന്നെ കാണുന്നത്. അച്ഛൻ്റെ സ്ഥിതി എന്തായിരിക്കും? അയാൾക്ക് നെഞ്ചത്തടിക്കാനല്ലേ പറ്റുള്ളൂ. ഈ ഒരു സാഹചര്യം നല്ല മുസ്ലിം കുടുംബത്തിലുള്ള പെൺകുട്ടികൾ പർദ്ദ, അതുപോലെ തന്നെ മറ്റേ ഹിജാബൊക്കെ നടക്കുന്ന പെൺകുട്ടികൾ ഏതൊരു തൊലിയപ്പം കൊണ്ടുപോയി. പിന്നെ ഒരു സുപ്രഭാതത്തിൽ അത് ഹാഫ് ട്രൗസറും ബനിയനൊക്കെ ഇട്ട് നടക്കണ കാണുമ്പോൾ അതിൻ്റെ മാപ്പയ്ക്ക് എത്ര വിഷമമുണ്ടോ? എന്ത് ചെയ്യാൻ പറ്റും? നിയമപ്രകാരം ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവൻ്റെ തലയിൽ കൊണ്ട് ഒരു സാധനം ഒരു കല്ലുകൊണ്ട് ഇടാനേ പറ്റുള്ളൂ. ഈ ഒരു അവസ്ഥ, അതിൽ മറ്റേതിനും പ്രാകൃത വേഷത്തിൽ സ്വന്തം മകളെ കാണുമ്പോഴുള്ള വിഷമം അതെനിക്കുണ്ടായി. ഇന്നലെ ഒരു പാട്ട് കേട്ടപ്പോൾ എനിക്കുണ്ടായി. ഒരു പാട്ട് കേട്ടപ്പോൾ തോന്നിയ കാര്യമാണത് വാസ്തവത്തിൽ. ഈ ഒരു സങ്കടം ഞാനെങ്കിലും വലിയ രൂപത്തിൽ ബഹുമാനിക്കുന്ന, ആരാധിക്കുകയൊക്കെയും പറയില്ലേ, ഫാൻ എന്നൊക്കെയും പറയില്ലേ, MS ബാബുരാജ്, ബാബുക്ക എന്ന് പറയും, ബാബുരാജ്. അങ്ങനെ പാട്ട് 100 വർഷം കഴിഞ്ഞാൽ മരിക്കില്ല. ഇപ്പം ഇതിനങ്ങനെ പല പാട്ടുകളും 50 വർഷം കഴിഞ്ഞു. എന്നിട്ടിപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, ഞാൻ ഇപ്പോൾ ഓർക്കുന്നൊരു പാട്ടുണ്ട്, പ്രാണസഖി. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ. അതെന്താ പറഞ്ഞിട്ടുള്ളത്? ഞാൻ വെറും ഒരു പാമരനാം പാട്ടുകാരൻ. അപ്പം അത് പാടുമ്പോൾ എങ്ങനെ പാടണം? ആ ഒരു വിനയത്തിൽ, ആ ഒരു ഭാവം അതിനകത്ത് വരണം. അതുകൊണ്ടാണ് പറഞ്ഞത് പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം. അങ്ങനെയാ നമ്മുടെ യേശുദാസ് പാടി, ബാബുരാജ് ട്യൂൺ ചെയ്തു, നമ്മളുടെ
സാക്ഷാൽ നസീർ തന്നെയാണ് പാടിയത്. ആ നസീർ പാടിയ ആക്ഷനപ്പം ഞാൻ കാണിച്ചേട്ടോ. അത് നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകുന്നില്ല. അങ്ങനെ സ്റ്റേജിൽ നിന്ന് പാടുന്നു, മുമ്പിൽ ജയഭാരതി കേൾക്കുന്നു. ഈ പാട്ട് ഒരു ഉന്മാദി, ഒരു ഭ്രാന്തൻ പാടിയതാണ്. പ്രാണസഖി പാട്ട് പാടുന്നതാ. ഈ പ്രാ കഴിഞ്ഞിട്ട് നാ വരാൻ 5 മിനിറ്റ് പിടിക്കും. അപ്പം എന്താ MS ബാബുരാജനൊന്നും ബോധമുണ്ടായിരുന്നു ഈ പാട്ട് ഇങ്ങനെ ട്യൂൺ ചെയ്തപ്പോൾ? അതൊക്കെ കാണിക്കായിരുന്നല്ലോ, എന്തെങ്കിലും കാണിക്കാൻ വേണ്ടിയില്ലേ? അപ്പം അങ്ങനെ ഒരു കൂട്ടം ഇറങ്ങിയിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഒരു കാര്യം കാണിക്കും, മറ്റേ തലയിൽ കൊണ്ടയും കെട്ടി പെണ്ണുങ്ങളുടെ പോലെ. ഇപ്പോൾ പെണ്ണുങ്ങൾ എന്താ ചെയ്യുക? പെണ്ണുങ്ങൾ മുഴുവൻ മുടി വെട്ടിയിട്ട് ക്രോപ്പ് അടിച്ച് കിടക്കും. ആണുങ്ങൾ മുടി വളർത്തി ഇവിടെ കൊണ്ട കെട്ടി പെണ്ണുങ്ങളുടെ പോലെ. പിന്നെ കുറെ ജിംകിയും മറ്റേ കമ്മലായി തുടങ്ങിയിട്ടുണ്ട്. ജിംകി മൂക്കുത്തി വഴിയിടായി സാരിക്കും ചുറ്റി വരാൻ കുറച്ച് നന്നായിരിക്കും. ഇങ്ങനെ ഒരുത്തം വന്നിട്ടാണ് ഈ പാട്ടുകളൊക്കെ എത്ര ആ പാട്ട് എവിടെ പാടണം, എങ്ങനെ പാടണം, ആ സമയത്ത് അതിൻ്റെ ഭാവം എന്തായിരിക്കണം, അത് വെച്ചിട്ടാണ് എഴുതുന്നത്. ഇതും കഴിഞ്ഞിട്ട് അതൊക്കെ മനസ്സ് വെച്ചിട്ടാണ് ട്യൂൺ ചെയ്യുന്നത്. ഇതെല്ലാം മനസ്സ് വെച്ചിട്ടാണ് നസീറോടെ പാടുന്നത്, നസീറിനെ കൊണ്ട് പാടിപ്പിക്കുന്നത് ഡയറക്ടർ. ഇതിൻ്റെ പുറകിലൊക്കെ ഒരു വേദനയുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവൻ വന്നിട്ട് അവിടെ വന്ന് ഞെട്ടിങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നത്. ഒരുതരം പ്രാകൃതം വരക്കിയാണ് ചക്കം കിടന്നിട്ട്. ഈ വൈകൃതം, ആ രൂപത്തിലുള്ള വൈകൃതം ആ പാട്ടിലും കാണിച്ചു എന്നുള്ളതാണ്. പ്രാണസഖി എന്ന് പറഞ്ഞൊരു വൈബ്രേഷനാണ്. പിന്നെ നിങ്ങൾ ആ പാട്ടെടുത്ത് നോക്കൂ. പരീക്ഷ സിനിമയിൽ ഏതെനിക്ക് പാട്ട് ഓർക്കണില്ല, ആ സിനിമയിൽ ആ പാട്ടെടുത്ത് നോക്കൂ. എത്ര ആ നിന്നെടുത്ത് വന്ന് പ്രാണസഖി ഇത്രയും പാടിയിട്ടുള്ളൂ. ഇവൻ പാടി പാടി ഈ ഭ്രാന്തന്മാരുടെ ഷോക്കണം എന്ന് പറഞ്ഞ രീതിയിലാണ് പോകുന്നത്. കാണുന്നവർക്ക് പേടി തോന്നും. ഇപ്പൊ പാടുന്ന സമയത്ത് അവരുടെ ചന്തിമാലിനും കൊണ്ട് സൂചി കയറ്റിയോ? അതേപോലെ ബാബുക്ക നേരത്തെ മരിച്ചു പോയത് നന്നായി. അങ്ങനെ സ്വഭാവമൊക്കെ അതാണ്. ചിലപ്പോൾ പലയിടത്തിട്ട് തലയമ്പ് കൊടുത്തന്നെ കണ്ട് ശ്വാസം മുട്ടി രോഗികളുടെ പോലെ പോകുന്നത്. ജനഗണമന ടാഗോർ എഴുതിയതാ. അത് നമ്മൾ കേൾക്കുന്ന അത്രയല്ല, വളരെ വലുതാണ് കേട്ടോ. പക്ഷെ അതിലൊരു ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഈരടി പോലെ ട്യൂൺ ചെയ്തത്. ലോകത്തിലെ ഏറ്റവും നല്ല 51 സെക്കൻഡോ 52 സെക്കൻഡിലോ ഒന്ന് പാടി തീർക്കണം. അപ്പോൾ അതിൻ്റെ മനോഹാരിത. അത് കൊച്ചുകുട്ടികൾക്ക് പോലും, നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ വീട്ടിൽ നിന്ന് പാടാറില്ലേ, അല്ലെ നമ്മുടെ സ്കൂളിൽ പാടാറില്ലേ? എന്തുകൊണ്ടാണ് പറ്റുന്നത്? ജനഗണമന അതിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത. അത്രയുള്ളൂ. ഈ സാധനം കല്യാണിയിലോ കല്യാണി രാഗത്തിലോ കാന്താരി രാഗത്തിലോ അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ച സ്ഥിതി എന്തായിരിക്കും? അങ്ങനത്തെ സ്ഥിതി എന്തായിരിക്കും? നമുക്ക് ഒരുമിച്ച് പാടാൻ പറ്റുമോ? ഇവന്റെ കാര്യം കിട്ടി ഇവൻ ഇതാ ചെയ്യുക, എങ്ങനെ ചെയ്യാ എന്ന് വെച്ചിട്ട് സ്ഥിരം കാണിക്കുന്നതാണ്. കാണിച്ച കാര്യം മറ്റേ ഒരു പാട്ടുണ്ട് തമിഴില്, പാൽമണക്ക്, ആ ഒരു പാട്ടുണ്ട്. എനിക്ക് അതിന്റെ ട്യൂൺ അറിയില്ല. അത് ഈ പെണ്ണ് പാടിയിട്ടുള്ളത് നിങ്ങളൊന്ന് കേൾക്കണം, നോക്കുക. ഇതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള വെർഷൻ. വിജയലക്ഷ്മി ആ കണ്ണീർ തകരാറുള്ള കുട്ടി പാടിയത്. ഇങ്ങനെയാണ് ആ പാടേണ്ടത്. അതിന് പകരം വേറൊരു സാധനം പാടിയത് നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. എങ്ങനെയുണ്ട്?
ഇതിനെയാണ് നമ്മൾ വിമർശിക്കുന്നത്, അറിയാമോ? ഇതിനൊക്കെ എന്താ പറയുക? തെണ്ടിത്തരം എന്നല്ലേ ഇതിനൊക്കെ പറയുക? ഈ കാണിക്കുന്നതിനൊക്കെ തെണ്ടിത്തരം എന്നല്ലേ പറയുക ഇതിനൊക്കെ? അവരെത്രയും സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് അവരുടെ കാര്യങ്ങൾ കൊണ്ടുവച്ചിട്ടുള്ളത്. സ്വപ്നങ്ങൾ, യേശുദാസ് എപ്പോഴും പറയും, അതിന് ആ സ്വപ്നങ്ങൾ കഴിഞ്ഞിട്ട് സ്വപ്നങ്ങൾ, അത് ഇത്രയേ പാടുള്ളൂ, അതിന് കൂടുതൽ പാടില്ല. അവർ 16 വട്ടം ദക്ഷിണാമൂർത്തി പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നുമല്ല, ഉപയോഗിക്കാനൊന്നും പ്രശ്നമില്ലല്ലോ, ചോദിക്കാനും പറയാനല്ലോ. പിൻകഴുത്തിൽ വെച്ച് കൊട്ടിക്കല്ലേ വേണ്ടത് ബഹുമാനിക്ക് ശരിക്കും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ? ഇതൊക്കെ നിയമം കൊണ്ടില്ല വേണ്ടത്. പണ്ട് സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്ന പോലെ ചാട്ടവാറടി, 108 ചാട്ടവാറടി. പിന്നെ ഒരിക്കലും പാടരുത് വാസ്തവത്തിൽ, ആ രീതിയിലാക്കി മാറ്റണം. ഇതൊക്കെ ക്ലാസിക്കൽ സോങ്സ് ആണ് വാസ്തവത്തിൽ, കാലഘട്ടങ്ങളെ മറികടക്കുന്ന. ഞാൻ ശാസ്ത്രീയ സംഗീതം എന്നുള്ള ഉദ്ദേശിക്കുന്നത് എന്നല്ല ഉദ്ദേശിക്കുന്നത്, കാലങ്ങളെ മറികടന്നു പോകുന്ന ചില പാട്ടുകൾ. ദേവരാജ മാഷ് പാടിയൊരു പാട്ടാണ്, പൊന്നരി വളംവിളിയിൽ കണ്ണറിയുന്നു. ആ പാട്ടൊക്കെ എത്ര കാലം കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പുതുമ നഷ്ടപ്പെടുന്നില്ല. അതിന്മേ ഒന്നും ഒരിക്കലും ടച്ച് ചെയ്യാൻ പാടില്ല. അതെന്നും പുതുമയോടുകൂടി മെയിനായിട്ട് നിൽക്കുകയാണ്. അതിന്മേ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല. കാലങ്ങളെ മറികടക്കുന്ന സംഗീതമാണ്. ആ നിലയ്ക്കാണ് ഞാൻ ക്ലാസിക്കൽ സംഗീതം എന്ന് പറയുന്നത്. സാഹചര്യത്തിന് അടിസ്ഥാനപ്പെടുത്തി ചിട്ടപ്പെടുത്തിയത്. ഇളയരാജ ചിട്ടപ്പെടുത്തിയൊരു പാട്ടുണ്ട്, വീട്ടുക്ക് വീട്ടുക്ക് വാസപ്പടി വേണം. അതിൻ്റെ മ്യൂസിക്കോ, വീട്ടുക്ക് വീട്ടുക്ക് വാസപ്പടി വേണം എന്ന് പറഞ്ഞിട്ട് എന്തോ മറ്റേ അപ്പക്കാളയും കൊണ്ട് കിടക്കില്ലേ, അതങ്ങനെ പാടിയിട്ടുള്ളതാണ്. അതേ സമയത്ത് തന്നെ അദ്ദേഹം ദളപതി സിനിമയിൽ ചിന്നത്തായവൾ അതും അദ്ദേഹം പാടിയിട്ടുള്ളത്. രണ്ട് സങ്കേതമാണ്. സങ്കേതം രണ്ട് സങ്കേതമാണ്. അത് പാടുന്നതും ഇതുകൊണ്ട് 2 സങ്കേതത്തിലാണ്. അതിനനുസരിച്ചാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അതിനകത്ത് ഒരു സ്വരം അങ്ങോട്ട് മാറ്റി ഒരു സ്വരം ഇങ്ങോട്ട് മാറ്റി എൻ്റെ പണി തീരും. ഈ പിള്ളേർ പാടുന്നത് ഈ പട്ടിപ്പിടുത്തക്കാർ വരും. പട്ടിപ്പിടുത്തക്കാർ വന്നിട്ട് പട്ടിയെ പിടിച്ചിട്ട് സൈനൈഡ് കുത്തിവെക്കും. ഈ സൈനൈഡ് കുത്തി വെച്ചോണ്ട് തന്നെ അവർ കഴുത്തിൽ അത് അഴിച്ചുവിടും. ഒരു ഓട്ടം ഉണ്ട്, ഒരു ഓട്ടം ഉണ്ട്. എന്നിട്ട് അവിടെ കിടക്കിടക്കിടക്കിട പിടഞ്ഞിട്ട് അവിടെ നിന്ന് വീണാൽ ചത്തുപോകും. ഇതുപോലെ അവൻ ചെയ്യുന്നു. ഒരു പുഷ്പം മാത്രം എന്നുള്ള പാട്ടയും പാടുന്ന സമയത്ത് ഒരു എന്നൊക്കെ പറഞ്ഞാണ്ട് പോണം കണ്ടു കഴിഞ്ഞാണ്ടല്ലോ മോന്തക്കുറ്റിക്ക് ഒന്ന് വെച്ച് കൊടുക്കാൻ തോന്നും വാസ്തവത്തിൽ ഇവൻ്റെക്ക്. ഇപ്പൊ ഇങ്ങനത്തെ കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഇവരൊരു പാട്ടുണ്ടാക്കട്ടെ, ഇവർ സ്വന്തമായിട്ടൊരു പാട്ടുണ്ടാക്കട്ടെ. ആരെങ്കിലും കഷ്ടപ്പെട്ട് വിഷമിച്ചുണ്ടാക്കിയൊരു പാട്ട് എടുത്തിട്ട് പയറ്റല്ല വേണ്ടത്. ഇവർ സ്വന്തമായിട്ടൊരു പാട്ടുണ്ടാക്കട്ടെ. സിനിമയൊന്നും വേണ്ട, സിനിമ വേണ്ട. സിനിമയെ മറികടന്ന് നിൽക്കുന്ന പാട്ടുകൾ ഞാൻ പാടി കേൾപ്പിച്ചു തരാം. വരികൾ കേൾപ്പിച്ചു തരാം. ശ്രീകുമാരൻ തമ്പി എഴുതി, രവീന്ദ്രൻ ട്യൂൺ ചെയ്ത്, യേശുദാസ് പാടിയിട്ടുള്ള ഉത്രാടപ്പൂനിലാവേവാ 10-30 വർഷം മുമ്പ് ഉണ്ടാക്കിയ പാട്ടാണത്. ഇപ്പോഴും നിലനിൽക്കുകയാണ്. മാമാങ്കം പലകുറി കൊണ്ട അതൊന്ന് ആലോചിച്ച് നോക്കുക. ശരിക്കും ആ മാമാങ്കം നമ്മുടെ മനസ്സിൽ വരും. ആ പാട്ട് കേട്ടാൽ നമുക്ക് മനസ്സിൽ വരും. ഇതെല്ലാം ഒരു ജീവനുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവന്മാരൊക്കെ പാടുന്നത്, പണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു കേശവൻ ആശാരി ഉണ്ടായിരുന്നു. അങ്ങനെ എന്ത് ജോലി ചെയ്യുമ്പോൾ പാട്ട് പാടിയിട്ടേ ജോലി ചെയ്യുള്ളൂ. ഇപ്പോൾ പിന്നെ മൊബൈൽ വെച്ചിട്ട് ആണ് ഓരോരുത്തർ ജോലി ചെയ്യുക. മൊബൈലിൽ സ്ഥലത്ത് ഇരിക്കണ്ടോ പാട്ടുമായിട്ട്. അങ്ങനെ ഏത് പാട്ട് പാടിയാലും പാവാട വേണം, മേലാട വേണം. ഈ കേശവൻ ആശാരി അവിടുന്ന് ആശാരിപ്പണി ചെയ്യുമ്പോൾ അയാൾ പാടും, പാവാട വേണോ മേലാട വേണോ ടും ടും എന്നുള്ള പണിയും ചെയ്യും. ഇനി ലജ്ജാവതി എന്നെ കയ്യിൽ കിട്ടിയാൽ അപ്പോഴും അത് പറയും. ലജ്ജാവതി അങ്ങനെയുള്ള സമയത്തില്ല, എങ്കിലും ലജ്ജാവതി കിട്ടിയാൽ അങ്ങനെ പാടാ, ലജ്ജാവതിയേ ലജ്ജാവതിയേ ആ പാടാ. എന്നിട്ട് പാടി കഴിഞ്ഞൊരു പുറത്തിലുണ്ട്, നല്ല പാട്ടാട്ടോ അത്. മറ്റേ ഏതൊരു സിനിമയിൽ ദിലീപ് ചോദിച്ച പോലെ ഇതുപോലെ അവൻ്റെയും പാട്ട്. മറ്റേ ഈ അടുത്ത കാലത്ത് ഒരു 10-18 വർഷം മുമ്പ് ഒരു പാട്ട് ഇറങ്ങി, ഫ്രാങ്കോ പാടിയതാ. ഇത്ര മനോഹരമായിട്ടാണ് അങ്ങനെ പാടിയത്.
ഇന്ന് മനസ്സിൽ നിൽക്കുന്നു. അങ്ങനത്തെ കാര്യങ്ങൾ ഇവർ ചെയ്യട്ടെ. സുന്ദരിയേവാ എന്നാ പാട്ട്, അതിന് വിഷ്വലുണ്ട്, മറക്കില്ല അത്. അങ്ങനെ എന്തെങ്കിലും ഇവർ ചെയ്യട്ടെ. ഇവർ ചെയ്തിട്ട് ഇവരുടെ പാട്ട്, അതിനുള്ള കഴിവുകളൊന്നുമില്ല. ഇവർ ശരിക്കും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഈ പാട്ടുകളുടെ വസ്ത്രാക്ഷേപം നടത്തുകയാണ് ചെയ്യുന്നത്. ഇതൊരു തരംഗമായിട്ട് മാറിയിരിക്കുകയാണ്. ആശ്രയർത്ഥം ഫീൽ ചെയ്യാണ് വാസ്തവത്തിൽ. സിനിമാ പാട്ടുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, അത് ഫിക്സ് ചെയ്യുന്നത് ചില ഉദ്ദേശ ലക്ഷ്യങ്ങൾ വെച്ചിട്ടാണ്. സേതുമാധവൻ എന്ന് പറയുന്ന ഡയറക്ടർ സംവിധാനം ചെയ്ത അനുഭവങ്ങൾ പാലിച്ചുകൊണ്ട് സത്യമാഷ അഭിനയിച്ചിട്ടുള്ളത്. വയലാർ എഴുതി, ദേവരാജ മാഷ ട്യൂൺ ചെയ്തു പാട്ട്. ആ ഷൂട്ടിംഗ് സമയത്ത് നമ്മൾ ആ പാട്ടൊക്കെ മാറ്റിയെടുത്ത് ആ ഷൂട്ടിംഗ് മാത്രം ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സത്യന് ഒരു കള്ളിമുണ്ടും ചുറ്റി, ആ കള്ളിമുണ്ട് വളച്ചും കുത്തി, ഷർട്ടിൻ്റെ ബട്ടൺസൊക്കെ അലസമായിട്ട് ചുടിഞ്ഞ ഷർട്ടും ഇട്ട് മുടിയും ചപ്രയിട്ടിട്ട് വഴി കൂടെ നടക്കുന്നു. അങ്ങനെ നടന്നു പോകും, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം ഒന്ന് മനസ്സിൽ കണ്ടു, അതിനനുസരിച്ച് വയലാർ അത് എഴുതി, അതിനനുസരിച്ച് ട്യൂൺ ചെയ്തു. ഇപ്പം നമുക്ക് മറക്കാൻ കഴിയുന്ന ഒരു സന്ദർഭമായിട്ട് മാറിയത്. പ്രവാചകന്മാരെ പ്രഭാത മകനെയ എന്ന പാട്ട്. അദ്ദേഹം പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ വരുമ്പോൾ പോലീസ് സ്റ്റേഷൻ നോക്കി കുറച്ചു നേരം നോക്കിയിരിക്കുന്ന നെഞ്ചിടിപ്പോട് കൂടി മാത്രമേ അത് നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഇതിപ്പോൾ സാക്ഷാൽ മമ്മൂട്ടിയോട് പറയുകയാണ്, അനുഭവങ്ങൾ പാളിച്ചകൾ നമുക്കൊന്ന് പുതുതായിട്ട് എടുത്താലും പറയും, ഞാൻ ഇല്ല, വേറെ ആളെ വിളിച്ചോളം പറയും. പാട്ടാവണമെങ്കിൽ മോരും മുതിരിയും പോലെ കിടക്കരുത്, അത് പാലും വെള്ളം കൂടി പോലെ കിടക്കണം. പാലും വെള്ളം കൂടി ചേർത്ത് കഴിഞ്ഞാൽ അവിടെ ചേർന്ന് പോകും. പക്ഷേ ഞങ്ങളുടെ നാട്ടിലൊരു അമ്പിസ്വാമി ഉണ്ടായിരുന്നു. അദ്ദേഹം സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ സാമ്പാർ കഴിച്ചതിന് ശേഷം അതിന് കഷ്ടം ഉണ്ടായിരുന്നോ, അതിൻ്റെ സ്വാദിനെ കുറിച്ച് ചിന്തിക്കുക. കാരണം കഴിക്കണ സമയത്ത് ഒന്നും ഓർമ്മിക്കില്ല എന്നുള്ളതാണ്. ആ സമയത്ത് സാമ്പാറിൽ കുറവ് ഉപ്പ് കൂടി കഴിഞ്ഞാലോ, ഇതെന്ത് സാമ്പാറാ, ഇതെന്ത് കഷ്ണം, ഇതെന്ത് ഇതാ എന്നൊക്കെ നമ്മൾ വിമർശിക്കും. പക്ഷേ അമ്പിസ്വാമിയുടെ സാമ്പാർ കൊണ്ടുവരുമ്പോൾ എൻ്റെ മണം കേൾക്കുമ്പോൾ തന്നെ കണ്ണടച്ചു, ധ്യാനാവസ്ഥയില. പിന്നെ എങ്ങനെയാണ് കഴിക്കുക, ഏതാ കഴിച്ചത് നമുക്ക് ഓർമ്മയുണ്ടാവില്ല. ആ ചേരുംപടി ചേർത്തു എന്നുള്ളതാണ് അതിൻ്റെ മഹത്വം. ചേരുംപടി ചേർത്തു. വലിയൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ ജാനമ്മ ഡേവിഡ് പാടിയൊരു പാട്ടുണ്ട്. ഭാസ്കരൻ മാഷാണ് അത് എഴുതിയത്, കെ രാഘവ മാഷാണ് ആ ട്യൂൺ ചെയ്തത്. നിങ്ങൾ കേട്ട പാട്ടാണ്. എല്ലാവരും നീലക്കുയില് എല്ലാവരും ചൊല്ലണ് കല്ലാണി നെഞ്ചിലെന്ന്, ആ പാട്ട് 40-45 വർഷങ്ങൾക്ക് മുമ്പ് സിനിമയിലത്തെ പാട്ടായി പറയുന്നത്. ഞാൻ ഈ വരി പാടിയപ്പോൾ നിങ്ങൾ അപ്പുറത്തെ അടുത്ത വരി പാടിയിട്ടുണ്ടാവും. എല്ലാവരും ചൊല്ലണ് കല്ലാണി നെഞ്ചിലെന്ന്, ഞാനൊന്ന് തൊട്ടപ്പോൾ നീലക്കരിമ്പിൻ്റെ ബാക്കിയെന്താ തുണ്ടാണ് കണ്ടതയ്യ. ഈ പാട്ട് പാടാൻ വന്ന 2 പെൺകുട്ടികൾ അവർ കാണിച്ച തെമ്മാടിത്തരം എന്താണെന്ന് അറിയാമോ? എല്ലാവരും ചൊല്ലണ് ടിപ്പാരി ടിപ്പങ്കി 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 ടിപ്പാരി ടിപ്പങ്കി. എല്ലാവരും ചൊല്ലണം. എങ്ങനെയുണ്ട്? ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിരിക്കുകയാണ്. ടിപ്പാരി ടിപ്പങ്കി ടിപ്പാരി ടിപ്പങ്കി. ഇനി ഇതേ സാധനം തന്നെ വാസ്തവത്തിൽ മറ്റെന്തായാലും പറയാ, മറ്റേ ഈ മാനസമേനെ പാടാൻ പറഞ്ഞാൽ ഇത് പാടും. മാനസമേനെ വരൂ ടിപ്പാരി ടിപ്പങ്കി ടിപ്പാരി ടിപ്പങ്കി ടിപ്പാരി ടിപ്പങ്കി ടിപ്പാരി ടിപ്പങ്കി എന്ന് പാടില്ല ഇവര്. കാട്ടിലെ പാഴ്മൂളം ഡിപ്പാരി ടിപ്പങ്കി ടിപ്പാരി ടിപ്പങ്കി ടിപ്പാരി ടിപ്പങ്കി ടിപ്പാരി ടിപ്പങ്കി എന്തായി ഡിപ്പാരി ടിപ്പങ്കി. അതങ്ങനെ വേറെ കേസും കെട്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി തിരുമേനി പറഞ്ഞിട്ടുണ്ട്, കളവ് നടത്തി കഴിഞ്ഞാൽ അതെൻ്റെ മകളാണെങ്കിലും കൈവിട്ടുന്നു. അന്നത്തെ നിയമം. ഇവര് കക്കല് മാത്രമല്ല കട്ട സ്ഥാനത്ത് ഇവര് കുറഞ്ഞ പൂമാല കിട്ടിയ പോലെ. അപ്പൊ ഇവരെന്തായിട്ട് അവരുടെ നാവ് അതല്ലേ ചെയ്യേണ്ടേ വാസ്തവത്തിൽ. ഇങ്ങനെയുള്ള പല പരിപാടികൾക്കും ഞാൻ ട്യൂൺ ചെയ്ത പാട്ട് ഗാനമേളയ്ക്ക് പാടാൻ സമ്മതിക്കില്ല, കേസ് കൊടുക്കുന്ന പറഞ്ഞ ആളാണ് ഇളയരാജ. പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആർക്കും വിഷമം തോന്നാണ്ടിരിക്കുക. അവനവൻ്റെ മക്കളെ ഒരുത്തൻ ചാക്കിട്ട് പിടിച്ച് കൊണ്ടുപോയിട്ട് അവനവരെ വേഷം കെട്ട് കാണിച്ച് ഇങ്ങനെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അങ്ങനത്തെ സങ്കടം ഉണ്ടാവില്ലേ? തൻ്റെ മകളാണെന്ന് പറഞ്ഞത് അതിനെ രീതിയിലാക്കി മാറ്റുന്ന സമയത്ത്
എന്നിട്ട് അതിൻ്റെ പുറയിൽ പറയുന്ന ആൾക്കാർ കൈയടിച്ച് അയ്യോ ചേട്ടോ അമ്പമ്മോ ഗംഭീരമായിട്ടുണ്ടെന്നൊക്കെയും പറഞ്ഞിട്ട് ഒരു അപസ്മാര രോഗികളെന്നേ പറയാൻ പറ്റുള്ളൂ. അപസ്മാര രോഗികൾ. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞെന്ന് മാത്രം ഈ കാര്യത്തിൽ. കുറേ ആയിട്ട് ഞാൻ കേട്ട് സഹിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമസ്കാരം.